ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹി ഹാസ്, ഹി ഹാഡ്, ഹി ഡസ്, ഹി ഈസ് ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. പല സാഹചര്യങ്ങളിലും ഹാസ്, ഹാഡ്, ഡസ്, ഈസ് ചേർത്ത് നമുക്ക് സെൻറ്റൻസുകൾ ഫോം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇവയ്ക്ക് കൃത്യമായ മീനിങ്ങും ഉണ്ട്. ഇതിലേതെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ മീനിങ് മാറുകയും ചെയ്യും. ആ മിസ്റ്റേക്കുകളൊന്നും വരാതെ നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇന്ന് പഠിക്കാം. ലെറ്റ് സ്റ്റാർട്ട്. ഹി ഹാസ് വെച്ച് നമുക്ക് ആരംഭിക്കാം. ഹാസിൻ്റെ മീനിങ് എന്താണ്? ഉണ്ട് എന്നുള്ള മീനിങ് ആണ് ഹാസിന് വരുന്നത്. അവനൊരു ഡോഗ് ഉണ്ട് എന്ന് എങ്ങനെ എഴുതാം? ഹി ഹാസ് എ ഡോഗ്. അവനൊരു ഡോഗ് ഉണ്ട്. ഹി ഹാസ് എ ഡോഗ്. ഇനി ഹാഡ്. ഹാഡിൻ്റെ മീനിങ് എന്താണ്? ഹാഡിൻ്റെ മീനിങ് ഉണ്ടായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല. ഈ ഹാസിൻ്റെ സ്ഥാനത്ത് ഹാഡ് വന്നു കഴിഞ്ഞാൽ എന്തായി മീനിങ്? ഹി ഹാഡ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ അവനൊരു ഡോഗ് ഉണ്ടായിരുന്നു. ഹാസ്, ഹാഡ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അടുത്തതായി നമുക്ക് ഡസിൻ്റെ യൂസേജ് നോക്കിയാലോ. അവൻ എന്നും യോഗ ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിനായി എന്നും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതിനായിട്ട് നമുക്ക് ഡസ് ഉപയോഗിക്കാം. ഹി ഡസ് യോഗ എവറി ഡേ. ഹി ഡസ് യോഗ എവറി ഡേ. ഇവിടെ ഡു വരാത്തത് എന്തുകൊണ്ടാണ്? ഡസ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും ഡു ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. ഹി സിംഗുലർ ആണ്, ഒരു വ്യക്തി മാത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഡസ് ഉപയോഗിക്കണം. ഹി ഡസ് യോഗ എവറി ഡേ എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ ദിവസവും യോഗ ചെയ്യാറുണ്ട്. ഒരു ഹാബിറ്റ് ആയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാര്യം പറയുന്നതിന് വേണ്ടി ഡസ് ഉപയോഗിക്കാം. ഇനി ഈസ് ഉപയോഗിച്ചൊരു സെൻറ്റൻസ് ഫോം ചെയ്യാം നമുക്ക്. അവനൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ് എന്ന് എങ്ങനെ പറയാം? ഹി ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ. ഈസ്, ഇവിടെ ഈസ് ഉപയോഗിച്ചു. ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു. പ്രസന്റ് ടെൻസിൽ ആകുന്നു എന്നുള്ള മീനിങ് കിട്ടുന്നതിന് വേണ്ടി സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ഈസ്. അപ്പോൾ ഹി ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ അവൻ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ്. ഇതിൽ നിന്നും ഹാസ്, ഹാഡ്, ഡസ്, ഈസ് ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹാസിന്റെ മീനിങ് ഉണ്ട് എന്നാണ്. ഹി ഹാസ് എ ഡോഗ്. ഹാഡിന്റെ മീനിങ് ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ ഡോഗ്. അവനൊരു ഡോഗ് ഉണ്ടായിരുന്നു. ഹി ഡസ് യോഗ എവറി ഡേ എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ ദിവസവും യോഗ ചെയ്യാറുണ്ട്. അതുപോലെ ഹി ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ അവൻ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകുന്നു. ഇനി നമുക്ക് വേറെ കുറച്ച് സെന്റൻസുകൾ കൂടി ഫോം ചെയ്തുകൊണ്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാം. അടുത്തതായി നമുക്ക് അരുണിൻ്റെ സിസ്റ്റർ മാരീഡ് ആണ് എന്നെങ്ങനെ പറയാം? അരുണിൻ്റെ എന്ന് പറയുന്നതിനായിട്ട് അരുൺ എന്നെഴുതി അരുൺ അപ്പോസ്ട്രോഫി എസ് എന്ന് പറഞ്ഞാൽ അരുണിൻ്റെ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, അരുണിൻ്റെ സിസ്റ്റർ മാരീഡ് ആണ് അല്ലെങ്കിൽ വിവാഹിതയാണ് എന്ന് പറയുന്നതിനായിട്ട് ഈസ് മാരീഡ്. അരുൺ സിസ്റ്റർ ഈസ് മാരീഡ് മീൻസ് അരുണിൻ്റെ സിസ്റ്റർ വിവാഹിതയാണ്. ഓക്കെ, ഇവിടെ അരുണിൻ്റെ സിസ്റ്റർ മാരീഡ് ആണ് എന്ന് പറഞ്ഞു. ഇനി ഈ സിസ്റ്റർ നന്നായി കുക്ക് ചെയ്യും എന്നെങ്ങനെ പറയാം? ഷീ കുക്സ് സോ വെൽ എന്നാണ് കറക്റ്റായി എഴുതുമ്പോൾ വരേണ്ടത്. ഇനി ഇവിടെ ഡസ് വരണം. ഡസ് വരുന്നതിനായിട്ട് നമുക്കൊരു ചോദ്യം ചോദിക്കണം. ഈ ആള് നന്നായിട്ട് കുക്ക് ചെയ്യുമോ എന്നാണ് ചോദ്യം ചോദിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാനായിട്ട് നമുക്ക് ഈ കുക്ക് ആണ് ഇവിടുത്തെ വെർബ്. പക്ഷെ ഈ വെർബ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ ഈ വെർബ് ആദ്യം എടുത്തിട്ടാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ കുക്സ് എന്ന് ആയതുകൊണ്ട് ഡസ്. ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ഷീ. ഡസ് ഷീ. ഈ ഡസ് ഇവിടെ വന്നതോടെ ഇവിടുത്തെ എസ് പോയി, ബാക്കിയുള്ള കുക്ക്. സോ വെൽ ക്വസ്റ്റ്യൻ മാർക്ക്. ഡസ് ഷീ കുക്ക് സോ വെൽ. ഇവിടെ മനസ്സിലാക്കുക, കുക്സ് ഇവിടെ എസ് വരാനുള്ള കാരണം ഷീ സിംഗുലർ ആയതുകൊണ്ട് എസ് വന്നു. അതിനുശേഷം ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ നേരത്ത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടും ഇവിടെ കുക്സ് എന്നായതുകൊണ്ടും ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ ഡസിൽ സ്റ്റാർട്ട് ചെയ്യണം. ഡസ് ഷീ കുക്ക് സോ വെൽ. ഇനി അടുത്തതായി ഹാസ് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യണം. ഈ പെൺകുട്ടി ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ഓൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ ഹാസ് ഉപയോഗിച്ചുകൊണ്ട് ആ സെൻറ്റൻസ് എങ്ങനെ പറയാം? സബ്ജക്റ്റ് ഷീ ആണ്. ഷീ ഉണ്ട് എന്നുള്ള മീനിങ് കിട്ടുന്നതിനായി സിംഗുലർ സബ്ജക്റ്റിനോട് ചേർക്കുന്ന വേർഡാണ് ഹാസ്. ഷീ ഹാസ്,
ഷീ ഹാസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹാസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഷീ ഹാസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി അടുത്തതായി ഹാഡ് വരണം. ഹാഡ് ഉപയോഗിക്കാനായിട്ട് ഇവിടെ തന്നെ ഈ സെൻറ്റൻസ് തന്നെ ഹാഡ് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഈ ഹാസിൻ്റെ സ്ഥാനത്ത് ഹാഡ് ആണെങ്കിൽ മീനിങ് എന്ത് മാറ്റം വരും? ഉണ്ടായിരുന്നു. ഷി ഹാഡ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നുള്ള മീനിങ് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, ഈസ് മാരീഡ്. അരുൺ സിസ്റ്റർ ഈസ് മാരീഡ്. അരുണിന്റെ സിസ്റ്റർ മാരീഡ് ആണ്. ഷീ കുക്ക് സോ വെൽ. അവൾ നന്നായിട്ട് കുക്ക് ചെയ്യും. ഡസ് ഷീ കുക്ക് സോ വെൽ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനായിട്ട് നമ്മൾ ഡസ് ഉപയോഗിച്ചു. ഡസ് ഷീ കുക്ക് സോ വെൽ. അവൾ നന്നായിട്ട് കുക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഇനി അടുത്തത്, ഷീ ഹാസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നാണ്. ഷീ ഹാഡ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു എന്നാണ്. ഇതിൽ നിന്നും ഈസ്, ഡസ്, ഹാസ്, ഹാഡ് ഇവ തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. തുടർന്നും വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്